ജയിലിൽ ആർക്ക് വേണമെങ്കിലും ജയിലിൽ ഏതെങ്കിലും ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. അത് ഹൈ പ്രൊഫൈൽ ഉള്ള പിന്നെ സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്ക് വേണമെങ്കിലും വരാം. അധ്യാപകർക്ക് വരാം, ഡോക്ടേഴ്സിന് വരാം, എൻജിനീയേഴ്സിന് വരാം. എല്ലാ വിഭാഗം ആൾക്കാർക്കോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു തൊഴിലിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും വീഴ്ചയുടെ പേരിലോ ശരിക്കൊരു കുട്ടി ഒരു അധ്യാപനെതിരെ കേസ് കൊടുത്ത് ആകാം. അത് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ അധ്യാപകനെ പിടിച്ചിട്ട് അവർ വടി കൊണ്ടൊരു തല്ലി കഴിഞ്ഞാൽ വേണമെങ്കിൽ അധ്യാപകനെതിരായിട്ട് ക്രിമിനൽ ഒഫൻസ് പിന്നെ അക്യൂസ് ചെയ്തിട്ട് ജയിലിനകത്ത് കൊണ്ടുവരാം. ചികിത്സാ പിഴവിൻ്റെ പേരിൽ ഡോക്ടേഴ്സിനെ കൊണ്ടുവരാം. ഇനി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിങ്ങിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പോക്സോ നിയമമോ മറ്റെന്തെങ്കിലും ആരോപിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും ജയിലിലേക്ക് വരാം. അതുകൊണ്ട് ജയിലിലേക്ക് വരണം എന്ന് ജയിൽ ഉദ്യോഗസ്ഥരാരും ക്ഷണിക്കാറില്ല. ക്ഷണിക്കപ്പെടാതെയാണ് ആൾക്കാർ ജയിലിൽ വരുന്നത്. ആരെയും കോടതി ഉത്തരവുണ്ടെങ്കിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവുമായിട്ട് മാത്രമേ ആരെയും നമ്മൾ ജയിലിൽ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ സ്വന്തം നിലയ്ക്ക് ആരെയും ജയിൽ വരാൻ പറയുകയോ സ്വീകരിക്കുകയോ ചെയ്യാറില്ല.